അടുത്ത സ്ത്രീവിരുദ്ധ പരാമർശവുമായി സമസ്ത വീണ്ടും രംഗത്തെത്തിയിരിക്കുന്നു. പുരുഷന്മാരെ ഹസ്തദാനം ചെയ്യുന്നതും ആലിംഗനം ചെയ്യുന്നതും ഇസ്ലാം വിരുദ്ധമാണെന്ന് അബ്ദുൽ ഹമീദ് ഫൈസിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. കല്യാണ റിസപ്ഷനുകളിലെയും മറ്റ് പൊതുപരിപാടികളിലെയും സ്ത്രീകളുടെ എണ്ണം വർദ്ധിക്കുന്നതിൽ സമസ്തയ്ക്ക് കടുത്ത അതൃപ്തി. ഇസ്ലാമിലെ ഹിജാബ് നിയമം സ്ത്രീകൾ അനുസരിക്കുന്നില്ലെന്നും വിമർശനം. പർദ്ദ കർക്കശമാക്കണമെന്നും ആവശ്യം. ഫേസ്ബുക്കിലൂടെയാണ് സമസ്ത നേതാവിന്റെ കടുത്ത സ്ത്രീവിരുദ്ധ പരാമർശം. അനഘ ഹർഷനുണ്ട് കോഴിക്കോട് നിന്ന് വിശദാംശങ്ങളുമായി. അനഘ, സമസ്ത എന്ന സംഘടന ഒരു സ്ത്രീവിരുദ്ധ സ്വഭാവമുള്ള സംഘടനയാണ് എന്ന വസ്തുത നമുക്ക് അറിയാവുന്നതാണ്. അതിന്റെ നേതാക്കൾ പലപ്പോഴും ഇത്തരം ശുദ്ധ അസംബന്ധങ്ങളും സ്ത്രീകൾക്കെതിരായിട്ടുള്ള പരാമർശങ്ങളും തുടർച്ചയായി നടത്തുന്നതാണ്. പക്ഷെ ഇത് എല്ലാ അതിർവരമ്പുകളും ലംഘിച്ചുള്ള പരാമർശമാണ്. അതായത് ഈ ഫേസ്ബുക്ക് പോസ്റ്റിനകത്ത് ഈ മഹാൻ എന്തൊക്കെയാണ് ഈ വിളിച്ചു പറഞ്ഞിരിക്കുന്നത്? അതായത് കല്യാണ റിസപ്ഷന് പെൺകുട്ടികൾ പാട്ട് പാടുന്നത് ശരിയല്ല, പെൺകുട്ടികൾ അന്യ പുരുഷന്മാരുടെ കൈക്ക് പിടിക്കുന്നത്, അതായത് ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുന്നത് ശരിയല്ല. അപ്പോൾ ഈ 6-ാം നൂറ്റാണ്ടിലേക്ക് പോണം എന്നാണോ ഈ ജിഹാദികൾ മലൻ ചാനല് ജന TV ചാനല് രണ്ടും കളക്കാവും രണ്ടുപേരും. തനക്കൊന്നും വേറൊരു പണിയില്ലേ? എല്ലാവരോട് ചോദിക്കുന്നേ. അനിൽ നമ്പ്യാരോട് ഭാര്യയോടല്ല പറഞ്ഞത്, അല്ല തന്റെ ഭാര്യയോടല്ല പറഞ്ഞത് ആണോ? അല്ലല്ല, മുസ്ലിം സമൂഹത്തോടാന്ന് പറയുന്നത്. സത്യവിശ്വാസിയായ മുസ്ലിം സമൂഹത്തോടാന്ന് പറയുന്നത്. അവർ അംഗീകരിക്കുന്ന സ്ത്രീകൾ അംഗീകരിക്കും, അല്ലാത്തവരത് തുള്ളി നടന്നോട്ടെ, അതൊന്നും കുഴപ്പമില്ല. പറയേണ്ടത് പറയൂ. അത് സംസ്ഥയായാലും പറയൂ, ജമാഅത്ത് ഇസ്ലാമായാലും പറയൂ, തബ്ലീഗ് ആയാലും പറയൂ, സൽഫി ആയാലും പറയൂ. അത് പറയേണ്ട അവകാശം അവർക്കുണ്ട്. അത് തനിക്കൊന്നും പറയേണ്ട ആവശ്യമൊന്നുമില്ല. അനിയ നമ്പ്യാരുടെ ഭാര്യയോടൊന്നല്ല പറഞ്ഞത്, അല്ല അനിയ നമ്പ്യാരുടെ വീട്ടുകാരോടൊന്നല്ല പറഞ്ഞത്, മുസ്ലിം സമൂഹത്തോടാന്ന് പറയുന്നത്. അംഗീകരിക്കുന്ന സ്ത്രീകൾ അംഗീകരിച്ചോട്ട്. ബംഗാളി വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത് എന്താണെന്നറിയോ? പെൺകുട്ടികൾ വിദ്യാഭ്യാസം നേടേണ്ടെന്ന്, അവര് വീട്ടിലിരിക്കേണ്ടതല്ലേ, അവരെന്തിനാ വിദ്യാഭ്യാസം നേടേണ്ടത്? അതൊന്നും തനിക്ക് കണ്ടു കാണില്ലേ? തന്റെ ചെവിലേക്ക് അത് എത്തിയിട്ടില്ലേ? അത് വാർത്ത വായിക്കാൻ പറ്റുന്നില്ല, തന്റെ അണ്ണാക്കിലൊന്നും പറ്റുന്നില്ല. അത് നാളെ ചർച്ചയ്ക്ക് വെക്ക്. അതെങ്ങനെയാ പറയലും മറ്റ് ബംഗാൾ ഇപ്പൊ എന്തെല്ലാം അവർ കാട്ടിക്കൂട്ടുന്നത്? അതൊന്നും കണ്ണു കാണുന്നില്ലേ? മുസ്ലിങ്ങൾ എന്താന്ന് നോക്കി നടക്കുന്നു. വേറൊന്നും ഉണ്ട്, വെള്ളപ്പള്ളി എന്ന് പറഞ്ഞിട്ട് അത് വേറൊന്നും. മുസ്ലിം സമൂഹത്തോട് പറഞ്ഞു കഴിഞ്ഞാൽ